ആശ്രയ ടി വിയിലുള്ള എല്ലാ പ്രേക്ഷകർക്കും സുവിശേഷകർ എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാരുടെ അവരുടെ ജീവിത അനുഭവങ്ങളും അവർ വളർന്നു വന്ന സാഹചര്യങ്ങളും അവരുടെ കർത്താവിൻ്റെ വേലയിൽ ഇപ്പോഴായിരിക്കുന്ന നിലവാരങ്ങളും എല്ലാം അറിയുവാനുള്ള അവസരമാണ് ഈ ചാനൽ കൂടെ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ നടുവിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജേഷ് ശാലോം അവർകൾ നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് കർത്താവിൻ്റെ ദാസനെ നമുക്ക് പരിചയപ്പെടാം. കർത്താവിൻ്റെ ദാസൻ തന്നിൽ കൂടെ ദൈവം ചെയ്ത പ്രവൃത്തികളും കർത്താവിന് വേലയ്ക്ക് വേണ്ടി വന്നതായ തൻ്റെ അനുഭവങ്ങളും ദൈവം ഈ നാളുകളിൽ ഉപയോഗിക്കുന്ന രീതികളും നമുക്ക് കർത്താവിൻ്റെ ദാസൻ കൂടെ ചോദിച്ച് നമുക്ക് അറിയാം. കർത്താവിൻ്റെ ദാസൻ ശക്തമായി കേരളത്തിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും കർത്താവിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന കർത്താവിൻ്റെ ദാസനാണ്. ഇന്ന് കർത്താവിൻ്റെ ദാസനെ ഹാർദവമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെ വന്നതിലും കാണുന്നതിലും വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസൻ്റെ പേര് പറയാമോ? എൻ്റെ പേര് രാജേഷ് ശാലോം എന്നാണ്. കർത്താവിൻ്റെ ദാസൻ ജനിച്ച സ്ഥലം ഏതാ? ആലപ്പുഴ ജില്ലയിൽ അരിപ്പാടിന് അടുത്ത് കാർത്തികപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ, സ്തോത്രം, വളരെ സന്തോഷം. കർത്താവിൻ്റെ ദാസൻ എവിടെയാണ് ജനിച്ചത്? പിന്നെ മാതാപിതാക്കളും സഹോദരങ്ങളെക്കുറിച്ചൊന്നും. ഞാൻ ജനിച്ചു വളർന്ന ദേശം കാർത്തികപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ. എൻ്റെ പപ്പായുടെ പേര് രാജു എന്നാണ്, രാജു ഗി വർഗീസ് എന്നാണ്. അമ്മയുടെ പേര് ബേബിക്കുട്ടി എന്നാണ്. എനിക്ക് 2 സഹോദരിമാരുണ്ട്, രാജി, അമ്പിളി. ഞാൻ മൂത്ത മകനാണ്. ഞങ്ങളുടെ സ്വദേശം കാർത്തികപ്പള്ളി കോട്ടയ്ക്കകത്ത് എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ വീട്ടുപേര്. കോട്ടയ്ക്കകത്ത് ഒത്തിരി വീടുകളുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ. പാസ്റ്ററുടെ ബാല്യ ജീവിതം ഒന്ന് പരിചയപ്പെടുത്താമോ പ്രേക്ഷകർക്ക്? തീർച്ചയായിട്ടും. എൻ്റെ 15 വയസ്സ് വരെ ഞാൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു വിശ്വാസികളൊക്കെ ആയിരുന്ന കുടുംബമാണ്. എൻ്റെ പപ്പായുടെ അപ്പനും അവരുടെ സഹോദരങ്ങളും എല്ലാവരും കൂടിക്കൊണ്ടിരുന്നത് ഓർത്തഡോക്സ് സഭയായിരുന്നു, കാർത്തികപ്പള്ളി. ഓർത്തഡോക്സ് സഭയിൽ കൂടി 15 വയസ്സായപ്പോഴാണ് ഞാൻ സുവിശേഷം കേട്ടത്. എൻ്റെ വീടിനടുത്ത് ഒരു പുതിയ ഒരു സഭാപ്രവർത്തനം അവിടെ വന്നു. അവിടെ ഒരു പാസ്റ്റർ, ഒരു കുടുംബവും അവിടെ വന്ന് ശുശ്രൂഷയിൽ ആരംഭിച്ചു. അത് പാസ്റ്റർ ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു പാസ്റ്ററാണ്. ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പലിൻ്റെ ഒരു വർക്കായിരുന്നു. അപ്പം അങ്ങനെ ആ പ്രവർത്തന സമയത്ത് അവിടെ ഒരു ഫാസ്റ്റിംഗ് പ്രെയർ അവർ വന്ന സമയത്ത് നടന്നപ്പം അവർ ആ മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടെ ഞങ്ങളിങ്ങനെ റോഡിൽ വീടിനടുത്ത് നിൽക്കുമ്പോഴാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഞാൻ ആ ഫാസ്റ്റിംഗ് പ്രെയറിൻ്റെ അടുത്ത ദിവസം ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ചെന്നു. സുഹൃത്തുക്കൾ എൻ്റെ കൂടെ വന്നില്ല, അവരെയും കൂടെ വിളിച്ചതാണ് ആ പാസ്റ്റർ. പക്ഷെ ഞാൻ സന്തോഷത്തോടെ ചെന്നു. അങ്ങനെ സുവിശേഷം ഞാൻ അറിയുന്നത് ആ സമയത്തായിരുന്നു. സുവിശേഷം അറിയുന്ന ആ സമയത്തിന് മുമ്പ് എൻ്റെ ഭവനത്തിൽ ഒത്തിരി പ്രതികൂലങ്ങളുടെ സാഹചര്യമായിരുന്നു. എൻ്റെ പിതാവിന് 12 സഹോദരങ്ങളുള്ള എൻ്റെ ഫാദറിൻ്റെ സഹോദരങ്ങൾ ഒത്തിരി പേരുണ്ട്. ഒരു സഹോദരിയും ബാക്കിയുള്ളതെല്ലാം സഹോദരന്മാരുമായിരുന്നു. ഓക്കെ. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഫസ്റ്റ് പഠിച്ചതായ സ്കൂള്, ഫസ്റ്റ് ബാല്യ ജീവിതം ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. അതെ, ഞാൻ പഠിച്ച് ആദ്യത്തെ എൻ്റെ പഠനം കാർത്തികപ്പള്ളി ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത്. അതിന് ശേഷം ഈ ഓർത്തഡോക്സിൻ്റെ സെൻറ്റ് തോമസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞ എൻ്റെ വീടിനടുത്തുള്ള ഹൈസ്കൂളിലാണ് ഞാൻ 7 മുതൽ 8ഉം 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഹൈസ്കൂൾ അവിടെയാണ് ചെയ്തത്. എൻ്റെ ബാല്യകാലങ്ങളിൽ പഠിക്കാനൊക്കെ വളരെ പ്രയാസം ജീവിതത്തിലുണ്ടായിരുന്നു. കാര്യം പപ്പ നന്നായിട്ട് മദ്യപിക്കുന്നത് കൊണ്ട് മിക്ക ദിവസവും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് പഠനകാലങ്ങളിലൊക്കെ വളരെ ഇതാണ്. ഞാൻ കൂടുതലും സ്പോർട്സിലായിരുന്നു എൻ്റെ ശ്രദ്ധ മൊത്തം. ഞാൻ ദീർഘദൂര ഓട്ടത്തിന് സ്കൂളിൽ നിന്നും ജില്ലാ തലത്തിലും ഒക്കെ പോകുന്ന ഒരു സ്പോർട്സിലായിരുന്നു എൻ്റെ ശ്രദ്ധ കൂടുതൽ. അതുകൊണ്ട് ഹൈസ്കൂൾ കാലഘട്ടത്തിൽ കൂടുതലും ഞാൻ സ്പോർട്സിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്.
ഈ ബാല്യകാലത്തൊക്കെ കുസൃതിയായിരുന്നോ അത് നല്ല സ്വഭാവമായിരുന്നു? ബാല്യകാലത്തിൽ ഞങ്ങൾ ഒത്തിരി മുറിവിൽ കൂടാണ് വളർന്നു വന്നത്. കാര്യം എൻ്റെ മാതാവിനെ പപ്പ ഒത്തിരി അടിക്കുകയും ഒത്തിരി പ്രശ്നങ്ങൾ വഴക്കുകളൊക്കെ കണ്ടാണ് ഞങ്ങൾ വളർന്നു വരുന്നത്. ഞങ്ങളുടെ സത്യത്തിൽ ഈ കാലങ്ങളിൽ ചെറിയ ചെറിയ വിഷയങ്ങളിൽ ആൾക്കാർ പിണങ്ങിപ്പോകുമ്പം, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് ഞാനൊരു ദൈവദാസനായിരിക്കുമ്പം പല കുടുംബ വിഷയങ്ങളിലുമൊക്കെ എൻ്റെ അടുക്കെ വരികയും ഞാൻ പലതിനൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു ചിരി വരും. കാര്യം ഞാൻ അവരോട് മുമ്പിൽ ചിരിക്കത്തില്ലെങ്കിലും ഞാൻ അതോർത്ത് ഒന്നുമില്ലല്ലോ എന്നോർത്ത് ചിരിക്കും. കാര്യം എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാവ് ഒരു ഇതവായിരുന്നെങ്കിൽ അത് ഉണങ്ങിപ്പോകുന്ന തരത്തിലെ അടി എൻ്റെ മാതാവ് എൻ്റെ പപ്പ അടിച്ചിട്ടുണ്ട്. ഒത്തിരി അക്രമങ്ങൾ കൂടുതലാണ് സത്യത്തിൽ ഞങ്ങൾ കടന്നു പോയത്. കാര്യം ഫാദർ അത്രയ്ക്ക് മദ്യപിച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ യൗവന കാലഘട്ടങ്ങളിൽ ഒത്തിരി പ്രതികൂലങ്ങളിൽ കൂടെ തന്നെയാണ് ജീവിച്ചത്. അമ്മയ്ക്ക് KSEB എന്ന് പറഞ്ഞ ഇലക്ട്രിസിറ്റി ഓഫീസിൽ അമ്മയൊരു സ്റ്റാഫായിരുന്നു, ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ഒരു ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ പല കാര്യങ്ങൾ അമ്മയ്ക്ക് ഗവൺമെൻറ്റിൽ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ നടന്നു കാര്യങ്ങൾ. പിന്നീട് ഞങ്ങൾ യേശുവിനെ അറിഞ്ഞപ്പം ഞാനാണ് ആദ്യം കർത്താവിനെ അറിയുന്നത്. പപ്പ ഭയങ്കര മദ്യപാനിയായിരുന്നു. പക്ഷേ സുവിശേഷം കേട്ട് കഴിഞ്ഞ് ഞങ്ങൾ 2000 ഞാൻ സുവിശേഷം അറിയുന്നത്. പക്ഷേ 2000 തന്നെ ഞങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയോട് ചേർന്നു. അന്നേരം തന്നെ വീട്ടിലെല്ലാം ഭയങ്കര മാറ്റങ്ങളായി. ഫാദറൊക്കെ മദ്യപാനത്തിൽ നിന്നൊക്കെ വെളിയിൽ വന്നു. എൻ്റെ ഫാദർ നല്ലൊരു ഇവാഞ്ചലിസ്റ്റായിട്ട് ഒത്തിരി വർക്ക് ചെയ്തു. ഈ കഴിഞ്ഞ 8 മാസമായി ഫാദർ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നിട്ട്. ഓക്കെ പാസ്റ്റർ, ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക്, ഈ വിശ്വാസത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ്? വിശ്വാസത്തിലേക്ക് വരാനുള്ള കാരണം പാസ്റ്റർ പറഞ്ഞല്ലോ, അപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ വചനം ഉണ്ടായിരുന്നല്ലോ, അവിടെ സൺഡേ സ്കൂളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഈ അനുഭവത്തിലേക്ക് വരാൻ പാസ്റ്റർക്ക് താല്പര്യമായത്? അതെ ഒരിക്കലും നമ്മൾ സഭയൊക്കെ ബഹുമാനിക്കുന്നു, ഓക്കെ. പക്ഷേ എന്നാലും പുതിയ നിയമ ഒരു പെന്തിക്കോസ്റ്റൽ മൂവ്മെൻറ്റ്സുകളെ പോലെയല്ല ട്രഡീഷൻ ചർച്ചുകൾ. ഓക്കെ അത് ശരിക്കും മനസ്സിലാവും. കാര്യം അവിടുത്തെ കുർബാനകൾ നമ്മൾ ഞായറാഴ്ച നമുക്കൊന്നും മനസ്സിലാകുകയൊന്നുമില്ല. നമുക്ക് ദൈവവചനം പറയുന്ന പ്രകാരത്തിലെ ഒരു ശുശ്രൂഷകളും ആ സഭകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യപരമായൊരു കാര്യമാണ്. കാര്യം നമ്മുടെ ഈ വചനം നമ്മൾ അറിയുകയും നമ്മൾ ആത്മാവിൽ ജീവിക്കുകയും ചെയ്യുമ്പോഴുള്ള ആ മാറ്റങ്ങളൊന്നും ഞങ്ങളുടെ കുടുംബജീവിതത്തിലോ എൻ്റെ മാതാവിനോ പിതാവിനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ ബൈബിളിൽ ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്നത് പോലെ നമുക്കൊരു ഇരുണ്ട കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോയി. അപ്പം നമുക്ക് സുവിശേഷത്തിൻ്റെ വെളിച്ചം വന്നപ്പോഴാണ് നമുക്ക് എല്ലാ മേഖലകളിലും മാറ്റങ്ങളുണ്ടായത്. അതെ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ സുവിശേഷം വലിയൊരു മാറ്റങ്ങൾ ഒത്തിരി കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു? പോകാനുള്ള ഒരു നിർബന്ധവും അതിൻ്റെ ഉള്ള അനുഭവം ഒക്കെ എന്തായിരുന്നു? ആദ്യ സമയങ്ങളിൽ കർത്താവിനെ അറിയുമ്പം ആ രക്ഷയുടെ സന്തോഷം, ആദ്യ സ്നേഹം ശരിക്കും അനുഭവിപ്പാനിടയായി. ആദ്യ സ്നേഹം, വചനം വെളിപ്പാട് പുസ്തകം പറയുന്ന പോലെ ആദ്യ സ്നേഹം പോയിന്നൊരു കുറ്റം നിന്നെ കാണുന്നു എന്ന് വചനം പറയുന്ന പോലെ ആദ്യ സ്നേഹം വലിയൊരു കാര്യമാണ്. ആ സത്യത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ സന്തോഷം ഞാൻ ആദ്യം സമയങ്ങളിൽ അനുഭവിച്ചു. ആ രക്ഷയുടെ ആനന്ദത്തിൽ ഞാൻ ഓടി നടന്നു. അനേകരോട് ഞാൻ ഈ സുവിശേഷം പറയുകയൊക്കെ ചെയ്തു. എൻ്റെ 15-ാം വയസ്സിൽ അനേകരെ സഭയിലേക്കൊക്കെ ഞാൻ വന്നതുപോലെ വിളിച്ചുകൊണ്ട് വരാനൊക്കെ ഞാൻ ശ്രമിക്കുകയും കൊണ്ടുവരികയൊക്കെ രക്ഷിക്കപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ആ യേശുവിനെ അറിഞ്ഞതിൻ്റെ എല്ലാ സന്തോഷവും എൻ്റെ ജീവിതത്തിൽ 15-ാം വയസ്സിൽ ഞാൻ കണ്ടു. സ്തോത്രം. എല്ലാവരും കുടുംബമായിട്ട് വിശ്വാസത്തിലേക്ക് ആ സമയങ്ങളിൽ വന്നു? അതെ, അതെല്ലാവരും കുടുംബമായിട്ട് വന്നു. അതിൽ പിന്നെ വളരെ സന്തോഷമായിരുന്നു. അതെ, അതിനുശേഷം നല്ല സന്തോഷം, സ്വർഗതുല്യമായ ഒരു ജീവിതമായിരുന്നു. തീർച്ചയായിട്ടും. സ്തോത്രം. അപ്പോൾ അത് കഴിഞ്ഞ് ദൈവസഭയിൽ എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളും പോകുമായിരുന്നു അല്ലേ? അതെ, അത് കഴിഞ്ഞ ശേഷം നല്ല ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ. പിന്നെ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വരാനുള്ള താല്പര്യം എങ്ങനെ കാണിക്കാൻ ഇടയായത്? എന്താണ് അതിനോടുള്ള ആകർഷണം തോന്നിയത്?
സുവിശേഷ വേലയിലേക്ക് വരാനുള്ള പ്രധാന കാര്യം, ഞാനൊരു തികഞ്ഞ ഒരു വിശ്വാസ ജീവിതം എനിക്ക് നയിക്കാൻ ആദ്യ സമയം നടന്നില്ല. അതൊരു യാഥാർത്ഥ്യപരമായൊരു വിഷയമാണ്. ഞാനൊരു 16-17 വയസ്സൊക്കെ വരെ ഞാൻ ദൈവസഭയിൽ എൻ്റെ യൗവനകാലത്തിൽ ഞാൻ നിന്നിരുന്നു. പക്ഷെ അതിനുശേഷം ഞാനൊരു പിന്മാറ്റ അനുഭവത്തിലേക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ പോകാനിടയായി. ഞാൻ എൻ്റെ യൗവനകാലത്ത് ഞാൻ ഒത്തിരി സുഹൃത്തുക്കളുമായി എൻ്റെ കൂട്ടുകാർ എന്നുള്ളൊരു വലിയ സ്നേഹബന്ധത്തിന് ഞാൻ വലിയ പ്രാധാന്യമൊക്കെ കൊടുത്ത് നടക്കുന്ന ഒരു കാലം ഉണ്ടായി. സുവിശേഷം അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ പിന്മാറ്റത്തിൻ്റെ ഉണ്ടായി. ഞാൻ ഒത്തിരി പാരമ്പര്യമായ അങ്ങനെ കാര്യം, ഞാൻ എൻ്റെ ഫാദറിൻ്റെ ഫാമിലി അത്ര ഒരു കാൾസ് ഒക്കെ ഉള്ളൊരു ഫാമിലിയാണ്. ദേശം അത്ര ഒരു വല്ലാത്തൊരു ദേശമാണ്. എന്നെ പിന്നോട്ട് പിടിക്കുന്നതായ പാരമ്പര്യമായ ഒത്തിരി അറ്റാക്കുകൾ എനിക്കുണ്ടായി. എൻ്റെ ജീവിതത്തിനോടും ഉണ്ടായ ഒരു വലിയ വെല്ലുവിളികൾ ഒത്തിരി ഉണ്ടായി. മരണതുല്യമായ ഒത്തിരി വെല്ലുവിളികളും ഒത്തിരി പ്രയാസകരമായ കാര്യങ്ങളും വിശ്വാസ ജീവിതത്തിൽ വന്ന ശേഷം പിന്മാറി പോയ കാലങ്ങളിൽ ഞാൻ നേരിട്ടു. അത് ഒരു റിയലി ഈ മോസസിൻ്റെ ഒരു മിസ്രൈം എന്ന് പറഞ്ഞ പോലെ എനിക്കൊരു മിസ്രൈമിൻ്റെ ഒരു അനുഭവം എൻ്റെ ലൈഫിലുണ്ടായി. അതൊരു നന്മയ്ക്കെന്ന് ഞാൻ അതിപ്പോൾ ഇപ്പോൾ അറിയുന്നു. സ്തോത്രം. അപ്പോൾ വീട്ടുകാരെല്ലാം ആ സമയത്ത് വിശ്വാസത്തിൽ തന്നെ നിലനിന്നോ? അവരെല്ലാവരും നിലനിന്നിരുന്നു. പക്ഷേ ഞാൻ ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് നടന്നു. അങ്ങനെ ഞാൻ എൻ്റെ യൗവനകാലത്തിൽ മദ്യത്തിന് അടിമയായി പോയി. ഓക്കെ. കാരണം പാസ്റ്ററെ, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് പിന്മാറിപ്പോയാൽ മാനസാന്തരം ഉളവാക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് ഇബ്രായലേഖനം വായിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ പാസ്റ്റർക്ക് എങ്ങനെ വീണ്ടും തിരിച്ചു വരാൻ കർത്താവ് ഒരു അവസരം നൽകി, അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് വീണ്ടും തിരിച്ചു വന്നു? പാസ്റ്റർ, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, രക്ഷിക്കപ്പെട്ടെന്നോ പറഞ്ഞതുകൊണ്ടും സ്നാനപ്പെട്ടുകൊണ്ടെന്നും പറഞ്ഞു ഒരു വിശ്വാസിക്കും ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ കഴിയില്ല. അതിന് അവർക്ക് നല്ല ഫോളോ അപ്പ് ചെയ്യാനും അവർക്ക് വചനം പറഞ്ഞു കൊടുത്ത് അവരെ അഭിഷേകത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവദാസൻ, ഇപ്പോൾ ദൈവദാസൻ നിലയിൽ എനിക്കും അഭിഷിക്തന്മാർക്ക് ജനത്തെ അങ്ങനെ കയറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പല തരത്തിലെ പ്രശ്നങ്ങൾ വിശ്വാസികൾ നിലയിലുണ്ടാകും. കാര്യം, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പം ഈ ലോകത്തിൻ്റെ ശക്തികളും ഒന്നും അടങ്ങിയിരിക്കുന്ന ഒരു മേഖലയല്ല. ഈ പൗലോസ് പറഞ്ഞെങ്കിൽ ഈ ലോകത്തിൽ പോരാട്ടമുണ്ട്, ഈ ലോകത്തിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ സത്യം പറഞ്ഞാൽ ഒരു വലിയ ഫൈറ്റ് എന്നോടുണ്ടായി. കാര്യം, ഞാൻ അറിയുന്നു മഹത്വപരമായ ഒരു ക്രിസ്ത്യ ദൗത്യം എന്നിൽ കിടക്കുന്നത് കൊണ്ട് മോശയെ സെലക്ട് ചെയ്തെന്ന് കണ്ടപ്പോൾ മോശയുടെ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ ഫറവോൻ ഒരു ഓർഡർ ഇട്ടതുപോലെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചപ്പോഴും അവൻ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളയാൻ അവൻ ഓർഡർ ഇട്ടതുപോലെ എൻ്റെ ജീവിതത്തോട് ഒരു വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. കാര്യം, ഞാനത് ഇന്ന് യാഥാർത്ഥ്യപരമായി അറിയുന്നത്, മനസ്സിലാക്കിയത്, ക്രിസ്തുവിലുള്ള ഈ ദൗത്യീകരണത്തിൽ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കരുത് എന്ന് പറഞ്ഞൊരു ഫൈറ്റ് വെല്ലുവിളികൾ ഉണ്ടായി. ഓക്കെ. പക്ഷേ എങ്ങനെ തിരിച്ചു വന്നു? ഞാൻ തിരിച്ചു വന്ന അനുഭവം, ഞാൻ 2013 ഓക്കെ, നീണ്ട 13 വർഷം ശേഷം, ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട ശേഷം 13 വർഷത്തിന് ശേഷം ഞാൻ സമയങ്ങളിലൊക്കെ ചെറിയ മനസാന്തരമൊക്കെ ഉണ്ടാകുമ്പം പള്ളിയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് പോകുമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത്, അന്നത്തെ എൻ്റെ രാഷ്ട്രീയപരമായ പോക്കുകളും എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിലുള്ള പോക്കുകളും എൻ്റെ മദ്യത്തിൻ്റെ ആ അടിമത്വങ്ങളൊക്കെ കണ്ടു. എൻ്റെ യൗവനകാലത്തിൽ പക്ഷേ ഞാനൊരു പ്രസ്ഥാനം, എൻ്റെ ഒരു 17-ാം വയസ്സിൽ ഞാനൊരു സ്വന്തമായൊരു എൻജിനീയറിംഗ് സ്ഥാപനം, ഒരു വർക്ക്ഷോപ്പ് എൻ്റെ ദേശത്ത് ഞാൻ ഒരു ഷോപ്പ് ആരംഭിക്കാനിടയായി. ഞാൻ അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ, NTPC എന്ന് പറയുന്ന നാഷണൽ പവർ പ്ലാന്റ് കായംകുളം വീടിനടുത്ത് ഒരു വലിയ പവർ പ്ലാന്റ് എൻ്റെ ഒരു 15-ാം വയസ്സിൽ അവിടെ ഒരു പവർ പ്ലാന്റ് അവിടെ ഉണ്ടായി കായംകുളം. അപ്പം അതൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമായിരുന്നു. അപ്പോൾ അവിടുത്തെ ആദ്യ കൺസ്ട്രക്ഷൻ സമയങ്ങളിലും എൻ്റെ സുഹൃത്ത് അവിടുത്തെ ഒരു കോൺട്രാക്ടറായിരുന്നു.
അപ്പോൾ ആ കോൺട്രാക്ടർ എന്നെ എൻ്റെ യൗവനകാലത്തിൽ എന്നെ ആ NTPC ജോലിക്കായിട്ട് കൊണ്ടുപോയി. ഞങ്ങൾ ടീമായിട്ട് അവിടെ ജോലി ചെയ്തു. അപ്പം ഞങ്ങൾ ആ സമയങ്ങളിൽ എനിക്ക് കുറച്ച് എൻജിനീയറിംഗ് മേഖലകൾ ഒരു 1-2 വർഷത്തിനുള്ളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ NTPC ഞാൻ ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയൊരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ ഒരു ഷോപ്പ് ഇടുന്നത് എൻ്റെ മുമ്പിൽ അന്ന് ഒരു വളരെ എൻ്റെ യൗവനകാലത്ത് എനിക്കൊരു വളരെ സിമ്പിളായിട്ട് തോന്നി. ഞാനൊരു സ്ഥാപനം ഇട്ടു. ഒത്തിരി വർക്കുകൾ, റൂഫിംഗ് കൺസ്ട്രക്ഷൻസുകൾ, ഒത്തിരി വർക്കുകൾ, ടൈൽ റൂഫ്, GA റൂഫ്, വ്യത്യസ്തപരമായ റൂഫിംഗ്, പല ടൈപ്പ് റൂഫിംഗ് ചെയ്യുന്ന ഒരു സ്ഥാപനമായിരുന്നു. അതിൽ കൂടെ ഒത്തിരി ഫണ്ട് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ ഇടയായി. ഫണ്ട് ഞാൻ ഉണ്ടാകുമ്പോൾ എൻ്റെ ഫണ്ടിൽ ഒത്തിരി എനിക്ക് സുഹൃത്തുക്കളുമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ യൗവനകാലത്ത് വാഹനങ്ങളൊക്കെ 4 വീലറും ഒക്കെ യൗവനകാലത്തിൽ തന്നെ എടുത്തു. അപ്പം അങ്ങനെ സുഹൃത്തുക്കളുമായി ഒത്തിരി കറങ്ങുന്ന, ഒത്തിരി ആനന്ദിക്കുന്ന ഒരു കാലം എൻ്റെ ലൈഫിലുണ്ടായി. അങ്ങനെയാണ് പിന്മാറ്റത്തിലേക്ക് പോയി. അതിന് ശേഷം 13 വർഷം ശേഷം സ്ഥാപനമൊക്കെ ഉള്ളപ്പം തന്നെ എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആദ്യകാലങ്ങളിൽ ഞാൻ പരിചയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് UK നിന്ന് അവർ ഫാമിലിയായിട്ട് നാട്ടിലേക്ക് വന്നപ്പോൾ അവരെന്നെ ഒരു ക്യാമ്പിന് എന്നോട് പറഞ്ഞു ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട്. എന്നെ അവർ കൊണ്ടുപോയി. അവരുടെ ബ്രദർ എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ ആ ജ്യേഷ്ഠനെയും എന്നെയും കൂടെ നമ്മുടെ വണ്ടിയിൽ ഞങ്ങൾ അടൂരുള്ള ഒരു ക്യാമ്പിൽ 2013 അറ്റൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ പോയി. ആ ക്യാമ്പിൽ സാധാരണ ഒരു സഭകളുടെ സമയപരിധിയിൽ സംഭവിക്കുന്ന ചില വിഷയങ്ങൾ എനിക്ക് മനസ്സിലായി. കാര്യം ഞാൻ ഒന്നാമത്തെ കാര്യം സഭായോഗങ്ങളിലൊക്കെ വളരെ താമസിച്ച് ചെല്ലുന്ന ഒരു സ്വഭാവം എൻ്റെ യൗവനത്തിലുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഞാൻ ചെന്ന് അവിടെ നിന്ന് ഒരുക്കപ്പെട്ട് വരുമ്പോഴത്തേക്ക് സഭായോഗം ആശീർവാദം പറയും. അപ്പം എനിക്ക് കർത്താവിൽ നിന്നൊന്നും പ്രാപിക്കാൻ, വല്ലപ്പോഴും ഉള്ളൊരു കൂട്ടായ്മയിൽ ഒന്നും പ്രാപിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എനിക്കൊരു അഭിഷേകം പ്രാപിപ്പാൻ ഒന്നും കഴിഞ്ഞില്ല. പക്ഷേ ക്യാമ്പിൽ ചെന്നപ്പോൾ എൻ്റെ പരാജയകരമായ ഒത്തിരി ദുഃഖങ്ങൾ ഞാനവിടെ വെച്ച് ഓർക്കാനിടയായി. കാര്യം നിരവധി രാഷ്ട്രീയപരമായ കേസുകളും അതേപോലെ സുഹൃത്ത് ബന്ധത്തിൽ കൂടെയുള്ള ഒത്തിരി കേസുകളും ഒത്തിരി ഇഷ്യൂസ് ലൈഫിൻ്റെ അകത്തുണ്ടായി. അപ്പോൾ അത് നിരവധി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി അപ്പം തന്നെ ചില കൊട്ടേഷൻ മേഖലകളിലേക്കൊക്കെ ഞാൻ തിരിഞ്ഞിരുന്നു. അങ്ങനെയുള്ള ചില ഫ്രണ്ട്സ് എനിക്കുണ്ടായി. അങ്ങനെയുള്ള കുറേ കോണ്ടാക്ട്സിൽ കുറേ അങ്ങനെയുള്ള ചില വർക്കുകളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു എടുത്തിരുന്നു. ആ സമയങ്ങളിലൊക്കെ ചില കേസുകളുണ്ടായി. ചുരുങ്ങിയ ചില ദിവസങ്ങളിലൊക്കെ ജയിലിലൊക്കെ ആ സമയങ്ങളിൽ 1-2 ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പോലീസ് കേസിൽ, പോലീസുകാരെ ആക്രമിച്ച കേസിലൊക്കെ ഞാൻ ഇങ്ങനെ പോയി. അങ്ങനെ ഒത്തിരി ഇങ്ങനെയുള്ള ഫ്രണ്ട്സിൽ കൂടെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടപ്പം എനിക്കൊത്തിരി വിഷമം ഉണ്ടായിരുന്നു. കാര്യം ഞാൻ എൻ്റെ യൗവനകാലത്തിലെ കർത്താവിനെ അറിഞ്ഞതാണ്. എന്നിട്ട് ഇത്രയും പ്രതികൂലമൊക്കെ വന്നപ്പോൾ എനിക്ക് ഉള്ളിലൊരു നീറ്റലുണ്ടായിരുന്നു. പിന്നീട് ഈ ക്യാമ്പിൽ ചെല്ലുമ്പോൾ അവിടെ ഗോഡ് പവറിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പം ഞാനവിടെ വെച്ച് പ്രിപ്പയർഡായി. കർത്താവേ, എനിക്കും ആ ശക്തി തരണം, ഞാൻ അങ്ങേ അറിഞ്ഞ ഒരു ദൈവവേദലാന്നൊക്കെ പറഞ്ഞ് വളരെ കരച്ചിലോടെ ഞാൻ ആ മീറ്റിംഗ് ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അനേകരിങ്ങനെ ആ ക്യാമ്പിൽ ഓടിച്ചെന്ന് കൈവെപ്പുകൾ മേടിക്കുകയും അവർ ആ കൈവെപ്പുകളിൽ ആ നിലത്ത് വീഴുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ എല്ലാവരെയൊക്കെ നോക്കി ഇത് എന്താന്ന്. സാധാരണ ഞാൻ പോയിരുന്ന ആ സാധാ ചർച്ചുകളിൽ കൂടെ എനിക്ക് കാണാത്ത വ്യത്യസ്തപരമായ ദൈവവചനത്തിലെ ശുശ്രൂഷകൾ ഞാനവിടെ കണ്ടു. അഭിഷേകത്തിൻ്റെ പ്രാധാന്യത കൊടുത്തുകൊണ്ട് ആ സെഷൻസുകൾ നടക്കുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് സെഷനിൽ ചെന്ന് പ്രിപ്പയർഡായി. കാര്യം എൻ്റെ സഭായോഗങ്ങളിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പ്രിപ്പയർഡാകുമ്പോൾ ആശീർവാദമാകുമായിരുന്നു. പക്ഷെ അവിടെ വെച്ച് ഞാൻ പ്രിപ്പയർഡായി. അടുത്ത സെഷനുകൾ നടന്നപ്പോൾ ഞാൻ ആൾക്കാർ ഓടി പോകുന്നതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനും വിചാരിച്ച് ഓടി മുന്നോട്ട് ചെല്ലാം. അങ്ങനെ ഞാനും അവിടെ അവർ ഇമ്പാർട്ടേഷൻ കൈവെപ്പുകളൊക്കെ ചെയ്യുമ്പം ഞാനും റിസീവ് ചെയ്യാനായിട്ട് ഓടി ചെല്ലുവാനിടയായി. അങ്ങനെ ഞാൻ ഈ ക്യാമ്പിൻ്റെ സെക്കൻഡ് ഡേ ഇങ്ങനെ ഓടി ചെല്ലുമ്പം ഞാൻ കർത്താവിൻ്റെ കരം എനിക്ക് കാണുവാനിടയായി. കർത്താവിൻ്റെ കരം എന്നെ തൊടുവാനിടയായി. അങ്ങനെ ഒരു തീയുടെ കരം ഇറങ്ങി വന്ന് എൻ്റെ മേലൊരു ഫയർ ഓഫ് ഹോളി സ്പിരിറ്റ് വെളിപ്പെട്ടു. അഭിഷേകത്തിൻ്റെ തീ എൻ്റെ മേൽ കത്തുന്നത്
അപ്പോസ്തലനായ ആമേൻ പൗലോസ് പറയുന്ന പോലെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഞാൻ അവിടെ വെച്ച് ദൈവശക്തി അറിയാനിടയായി. ഞാനവിടെ വീണു, തലപ്രാവശ്യം വീണു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നിലെന്തോ ഒരു വൈദ്യുതി പ്രകാശം, വൈദ്യുതി അടിക്കുന്നത് പോലെ, കറണ്ട് അടിക്കുന്നത് പോലെ വലിയൊരു അനുഭവം ഉണ്ടായി. അപ്പം ഞാൻ അതിനുശേഷം എവിടെ ഇമ്പാർട്ടേഷൻ എൻ്റെ മനസ്സിൽ അഭിവചനം പറയുകയും ചെയ്യുമ്പോൾ, ഇമ്പാർട്ടേഷൻ ചെയ്യുമ്പോൾ ഞാൻ എല്ലാം ആരോടിച്ച നിലയിൽ ഞാൻ പിന്നെ ഓടിച്ചെല്ലാനിടയായി. അപ്പോൾ നിരവധി പ്രാവശ്യം പിന്നെയും എനിക്ക് ഇങ്ങനെ ഇമ്പാർട്ടേഷൻസ്, അഭിഷേകം എന്നിലേക്ക് ഇറങ്ങുന്നത് ഞാൻ മനസ്സിലായി. അങ്ങനെ ഞാൻ തിരിച്ച് ഈ ക്യാമ്പ് കഴിഞ്ഞ് നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ പ്രയറിൽ മുൻതൂക്കം കൊടുക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. രാത്രി ഉറങ്ങാതൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെ നേരം വെളുക്കുന്ന എനിക്ക് ഇത്രയും സമയമായി പോയോ എന്നുള്ള പ്രാർത്ഥനകളൊക്കെ എന്നിൽ സംഭവിച്ചു. അപ്പോൾ ആ ഇമ്പാർട്ടേഷൻ കഴിഞ്ഞ ശേഷം പാസ്റ്റർക്ക് പഴയ ജീവിതത്തിലേക്ക് പോകാൻ ഒരു മനസ്സ് വന്നിട്ടില്ല? ഇല്ല. ഈ കഴിഞ്ഞ 12 വർഷം ഞാൻ അഭിഷേകത്തിൽ നിന്ന് അഭിഷേകത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇന്ന് സീക്രട്ട് മനസ്സിലായത്, എനിക്ക് പുതിയത് പ്രാപിക്കണം എന്നുള്ളൊരു വാഞ്ച അന്ന് ലഭിച്ചെനിക്ക്. ഞാനങ്ങനെ പിന്നെ എവിടെ ഒരു മീറ്റിംഗ്, ഉപവാസം നടക്കുന്നു, സഭയിലെ മീറ്റിംഗ് നടക്കുമോ, ഞാൻ വളരെ ആവേശത്തോടെ ഇങ്ങനെ ഓടിച്ചെല്ലാം. ക്യാമ്പുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ എല്ലാ ക്യാമ്പുകളും അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പ്രാപിക്കാൻ വേണ്ടി വേറെ സംസ്ഥാനങ്ങളിലേക്കും ജില്ലകളിലേക്കും ഒക്കെ എനിക്ക് പ്രാപിക്കണമെന്നുള്ള വാഞ്ചയോടെ ഞാൻ ആദ്യകാലങ്ങളിൽ ഓടി നടന്നു. അങ്ങനെ ഓടി നടന്ന് ഞാൻ മൗണ്ട് സിയോൻ എന്ന് പറഞ്ഞ ബൈബിൾ കോളേജ്, മുളക്കുഴ കുക്കുസായിപ്പിൻ്റെ ബൈബിൾ കോളേജിൽ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ, ഞാൻ അവിടെ 3 വർഷം തിയോളജി പഠിക്കാൻ കർത്താവ് എനിക്ക് ഇടയാക്കി. അങ്ങനെ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ജോമി ഷാലോമിനെ ഞാൻ മാരേജ് ചെയ്തു. എനിക്കൊരു മകൻ ഒരു മകനുണ്ട്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ദൈവവേലയ്ക്ക് ഇറങ്ങുവാനിടയായി. ഈ കഴിഞ്ഞ 12 വർഷമായിട്ട് ദൈവവേലയിൽ നിൽക്കാൻ കർത്താവ് എനിക്ക് ഇടയാക്കി. എനിക്ക് ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ എനിക്ക് യൗവനക്കാരെ അതനുസരിച്ച് കൈകാര്യം ചെയ്യാനും ആൾക്കാരോട് അങ്ങനൊരു സമീപനത്തോടെ ഇടപെടുവാനും ഒക്കെ എനിക്ക് ഇടയായി. കാര്യം എനിക്ക് കുറേ പഠനങ്ങൾ ഈ വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോൾ ഉണ്ടായി. ഇന്നത്തെ സുവിശേഷീകരണത്തിന് ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. സുവിശേഷത്തിനെതിരായ മേഖലകൾ സുവിശേഷകർ എന്ന് പറയുന്ന മേഖലകളിൽ കൂടെയും മറ്റുള്ള മേഖലകളിൽ കൂടെ ഒക്കെ വരാറുണ്ട്. ഇവിടെ ഓൾഡ് ജനറേഷൻ എന്നും മറ്റുള്ള ന്യൂ ജനറേഷൻസ് എന്നൊക്കെ പറഞ്ഞ പല ഇഷ്യൂസുകളിൽ ആൾക്കാർ പല പ്രതിസന്ധികളിൽ കൂടെ പോകുന്നൊരു കാലഘട്ടവും കൂടെ ആണ് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം തന്നെ എനിക്ക് ഒരു കാര്യം അതിൻ്റെ അകത്ത് എനിക്ക് തീർത്ത് മനസ്സിലായത്, ജനത്തിന് വേണ്ടത് ലഭിച്ചില്ലെങ്കിൽ ജനം നിലനിൽക്കത്തില്ലെന്നുള്ളത് എൻ്റെ അനുഭവം കൊണ്ട് മനസ്സിലായി. അപ്പം ഞാൻ ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് ജനത്തിനെന്തു വേണ്ടതെന്ന് അറിഞ്ഞ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് അവരെ ശുശ്രൂഷിക്കാൻ കഴിയുന്നു. അവർക്ക് അതുമാത്രമല്ല, നമ്മൾ ആൾക്കാരെ വേർതിരിച്ച് കാണാത്ത ഒരു മനോഭാവം എൻ്റെ അനുഭവങ്ങളിൽ കൂടെ ഉണ്ടായി. കാര്യം ആരും ആരുടെയും കഴിവിൽ നിൽക്കുന്നതല്ല, നമ്മളെല്ലാം കർത്താവ് നിർത്തിയതാണെന്നുള്ള ദൈവത്തിൻ്റെ കൃപയെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ദൈവത്തിൻ്റെ ആ കരുതൽ, ദൈവത്തിൻ്റെ വിശ്വസ്തത എത്രയും വലുതാണ്. പാസ്റ്റർ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ശേഷം പാസ്റ്റർക്ക് നേരിടുന്ന വെല്ലുവിളികളൊക്കെ ഏത് തരമാണ്? അതെ, അതൊന്ന് വിവരിച്ചാൽ കൊള്ളാം. എനിക്ക് നേരിടുന്ന, ഒരു സഭ എൻ്റെ ദേശത്ത് തന്നെ ആരംഭിച്ചു. അത് ന്യൂ മെമ്പേഴ്സാണ് അവിടെ കൂടുതലും വരുന്നത്. അപ്പോൾ ഞാൻ ചില ഗ്രാമങ്ങളിലൊക്കെ എൻ്റെ ദേശത്തുള്ള ചില ഗ്രാമങ്ങളിലൊക്കെ ശുശ്രൂഷകൾക്ക് എന്ന് വിസിറ്റൊക്കെ ചെയ്ത് പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അപ്പോൾ ചില പ്രതികൂലങ്ങളൊക്കെ ചില ദേശങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. പലപ്പോഴും ചില രാഷ്ട്രീയപരമായ എതിർപ്പുകളൊക്കെ, ചില ചെറിയ എതിർപ്പുകളുണ്ടായി. പിന്നീട് അതൊന്നും കണ്ട് നമുക്ക് ഒന്നും തോന്നിയില്ല. പക്ഷേ പിന്നീട് അവിടെ നിന്നൊക്കെ കുടുംബങ്ങളും ജനങ്ങളും ഒക്കെ സ്നാനപ്പെടുകയും ദൈവസന്നിധിയിലേക്ക് വരികയൊക്കെ ചെയ്തു. വെല്ലുവിളികൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ഇടയൻ ശുശ്രൂഷയാണ് ഞാൻ ആരംഭിച്ചത്. ഇടയ പരിപാലനം അത്ര മഹത്തായ ഒരു ശുശ്രൂഷയാണ്.
ഇപ്പം സഞ്ചരിച്ച് നടക്കുന്ന ശുശ്രൂഷകരുണ്ട്, നല്ലതാണ്, അങ്ങനെ വിളിച്ചവർ അങ്ങനെ ചെയ്യട്ടെ. പക്ഷേ എനിക്ക് ഇങ്ങനെ സഞ്ചരിച്ച് നടക്കുന്ന ചിലരിൽ കൂടെയൊക്കെ ശുശ്രൂഷപരമായ ചില പ്രതികൂലങ്ങൾ എനിക്ക് മനസ്സിലായത് പുറത്തു നിന്നുള്ള പ്രശ്നങ്ങളെക്കാട്ടിലും നമ്മുടെ ശുശ്രൂഷകളിൽ അകത്തുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചവരുണ്ട്. പക്ഷെ അതിൻ്റെ അകത്തൊക്കെ കർത്താവ് നമുക്ക് നമ്മുടെ ജയകരമായൊരു കാര്യങ്ങൾ തന്നു. കാര്യം പലപ്പോഴും നമ്മൾ ജനത്തെ അടുപ്പിച്ചുകൊണ്ട് വരുമ്പം അവരെ നേടിക്കൊണ്ട് വരുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചില പ്രതികൂല ചെറിയ വിഷയങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്തും ദൈവത്തിൻ്റെ പ്രവൃത്തി പിന്നീട് മനസ്സിലായി. അതനുസരിച്ച് ഇപ്പം സഭാപരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ചർച്ചിലും ഒരു സഭയിൽ എല്ലാവരും വന്ന് ശുശ്രൂഷിക്കണമെന്നുള്ളതാണ്. എല്ലാ 5-fold മിനിസ്ട്രി ഒരു സഭയിൽ നടക്കണം. അപ്പം എല്ലാവരും കയറി വന്ന് ശുശ്രൂഷിച്ച് ജനത്തെ അവരെ അനുഗ്രഹിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വലിയ വ്യവസ്ഥയാണ്. ചെറിയ പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുള്ളൂ പാസ്റ്ററെ, ചെറിയ. അതെ. ഓക്കെ അതിനകത്ത് പാസ്റ്ററെ മനോഭാവം എന്തായിരുന്നു? തളർന്നു പോയിട്ടുണ്ടോ? ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ മടുത്തു പോകാറുണ്ട്, പലപ്പോഴും നമ്മൾ ക്ഷീണിക്കാറുണ്ട്. ഈ വേല വേണ്ട, ഇട്ടേച്ച് പോകാം എന്നൊക്കെ പലർക്കും തോന്നിയിട്ടുണ്ട്. അതെ. അങ്ങനെയൊക്കെ പാസ്റ്റർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല പാസ്റ്റർ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആദ്യ സമയങ്ങളിൽ ദൈവത്തിൻ്റെ എല്ലാ കൃപയും അനുഗ്രഹങ്ങളും ഒക്കെ ഞാൻ കാണുവാനിടയായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു പിന്മാറ്റ അവസ്ഥകളിൽ നിന്ന് ഞാൻ തിരിച്ച് അഭിഷേകത്തോടെ കയറി വരുന്ന എൻ്റെ യൗവന കാലഘട്ടത്തിൽ ദൈവം എന്നോട് ചെയ്ത ആ വിശ്വസ്തത ഓർത്ത് എനിക്ക് ഭയങ്കര എരിവായിരുന്നു അന്നു മുതൽ ഇന്ന് വരെ. അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ദൈവത്തിന് അത്ര ഡെഡിക്കേറ്റഡായി. കാര്യം ഞാൻ വേറെ ഒന്നും ഇന്നും ദൈവത്തിൽ നിന്നും വ്യക്തിപരമായി വേറെ ഒന്നും അങ്ങനെ ആഗ്രഹിച്ച് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാറൊന്നുമില്ല. കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിലും അല്ലാതെ ഇന്നത് കിട്ടിയില്ലെങ്കിലോ ഇന്നൊരു നിലവാരത്തിലേക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ എന്ന് പറഞ്ഞൊരു അതിനകത്തൊരു വിഷമോ ഒന്നും കാണിക്കാറ് എനിക്കില്ല. കാര്യം ദൈവം ജയകരമായിട്ടാണ് എന്നെ പല കാര്യങ്ങളിലും നടത്തിയത്. ഞാൻ ദൈവത്തിൻ്റെ കരം കണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വളരെ ഉത്സാഹത്തോടെ തന്നെയാണ് ദൈവവേലയിൽ ആയിരിക്കുന്നത്. എന്നാലും മടുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും വന്ന് കാണുമല്ലോ. മടുപ്പിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ തരണം ചെയ്തിട്ടുണ്ട്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യം എനിക്ക് എപ്പോഴും ഓർക്കും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളും അധികാരങ്ങളും ഉണ്ടെന്ന് പൗലോസ് വെളിപ്പെടുത്തിയതുപോലെ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെയെല്ലാം ഞാൻ ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും നേരിട്ടിട്ടുള്ളൂ. പലതരത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുടുംബജീവിതവുമായിട്ട് മുന്നോട്ട് പോകുമ്പം ഒരു കുടുംബജീവിതത്തെ തകർക്കാൻ ഇസബേലിയ വ്യാപാരങ്ങൾ, പ്രവാചകനെ തകർക്കുക എന്നുള്ള ചില അജണ്ടകളുള്ള സ്പിരിറ്റ് മേഖലകളൊക്കെ ജീവിതത്തിന് ചില മേഖലകളിൽ വെളിപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഞാൻ ഉപവാസത്തോടെ ദൈവവചനത്തോടെ പ്രാർത്ഥനയോടെ മുട്ടുമടക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുവിൽ പല വലിയ കാര്യങ്ങൾ ദൈവം മറുപടികളായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ വിളിച്ചത് കർത്താവാണല്ലോ. ആമേൻ, തീർച്ചയായിട്ടും. കാരണം ആ യജമാനന് നമ്മളെ എല്ലാ വിധത്തിൽ നിന്നും വിടുവിക്കാൻ ശക്തനായ. തീർച്ചയായിട്ടും പാസ്റ്റർ പറഞ്ഞത് എനിക്കും അത് എൻകറേജായി. കാരണം നമ്മളെപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ ഫൈനാൻഷ്യൽ മേഖലകളിലും അതുപോലെ തന്നെ ശുശ്രൂഷയുടെ മേഖലകളിൽ നമുക്ക് ഒത്തിരി വെല്ലുവിളികൾ വരാറുണ്ടല്ലേ? അതെ. അന്നേരം പാസ്റ്ററുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ദൈവസന്നിധിയിൽ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ടോ? നിശ്ചയമായി. ഞാൻ സാമ്പത്തികപരമായ ഒത്തിരി ദൈവപ്രവർത്തികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. കാര്യം ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാനായി പോകുമ്പം ബിസിനസ് എല്ലാം നിർത്തി. ബൈബിൾ കോളേജ് പഠനം എന്ന് പറഞ്ഞാൽ ഒരു സലണ്ടറി, നമ്മൾ മൊത്തമായിട്ട് പഠനവുമായിട്ട് ഞാൻ അങ്ങനെ ഓടി നടന്ന ഒരാളായതുകൊണ്ട്, ബിസിനസ് ഉണ്ടായിരുന്നതുകൊണ്ട് പേഴ്സിൽ ₹1 പോലും ഇല്ലാത്ത സമയങ്ങൾ ബൈബിൾ കോളേജ് കാലഘട്ടങ്ങളിലുണ്ടായി. പലപ്പോഴും ആഹാരം കഴിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ പെട്രോൾ ഓടിച്ച് പോകാൻ പറ്റാത്ത കാലങ്ങൾ ബൈബിൾ കോളേജ് സമയങ്ങളിലുണ്ടായി. പക്ഷേ ഏലിയാവിൻ്റെ
ഏലിയാവിന് കാക്ക അയച്ച ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഏലിയാവിൻ്റെ കാക്ക ചിലപ്പോൾ മരിച്ചു പോയി കാണും. ഏലിയാവിൻ്റെ കാക്ക അയച്ച ആ ദൈവത്തിൻ്റെ വിശ്വസ്തത, ആ വിശ്വസ്തത ഒത്തിരി സ്പോൺസേഴ്സ് പഠന കാലഘട്ടങ്ങളിൽ ദൈവം ആവശ്യങ്ങളിൽ തന്നു. സ്തോത്രം. ഒത്തിരി നന്മകൾ പഠന കാലഘട്ടങ്ങളിൽ. എൻ്റെ ഫീസൊക്കെ അവിടെ വന്ന് ഇന്നും ഓർക്കുന്ന ഒരു കാത്തലിക് സഹോദരൻ വന്ന് എൻ്റെ ബൈബിൾ കോളേജിൽ ഫീസ് അടച്ചിട്ട് പോയപ്പം അവിടുത്തെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു, രാജേഷ് ബ്രദറിൻ്റെ പൈസ അടച്ചിട്ട് ഒരു ബ്രദർ ഇപ്പം പോയി എന്ന് പറഞ്ഞു. ഫീസില്ലാഞ്ഞ കാലഘട്ടത്തിൽ ഫീസൊക്കെ വന്ന് ഇയറിലെ ഫീസൊക്കെ ഒന്നിച്ചടച്ചിട്ട് പോയ ഓരോ ദൈവപ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ദൈവം വിശ്വസ്തനാന്നുള്ളത് ഒത്തിരി രാജ്യങ്ങളുടെ നന്മ അതിനുശേഷം അനുഭവിച്ചു പാസ്റ്റേ. ഒത്തിരി ഫേവറുകൾ കർത്താവ് വേലക്കാരൻ കൂലിക്ക് യോഗ്യനാന്നുള്ളത് ആമേൻ അത് ഞാൻ കണ്ടു. കർത്താവ് നമ്മളെ ഒരു കാര്യം ഫലമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്വസ്തരെന്ന് നമ്മൾ ദൈവത്തിന് നമ്മളെ തോന്നിയാൽ ദൈവം എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഞാൻ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ഒത്തിരി ഫേവറുകൾ കണ്ടു. ദൈവം ഒത്തിരി രാജ്യങ്ങളുടെ പ്രത്യേകിച്ചും US-ൻ്റെ ഒത്തിരി നന്മകളൊക്കെ ദൈവം ഞാൻ കാണുവാനിടയായി. ദൈവം ഒത്തിരി ശുശ്രൂഷകൾ എൻ്റെ പഠനകാലം മുതൽ എന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കാനായി പോവുമായിരുന്നു. ചില അതോറിറ്റി ശുശ്രൂഷകൾ എനിക്ക് ആ കാലഘട്ടം തന്നെ ഞാൻ ചെല്ലുമ്പോൾ മറ്റുള്ള സ്പിരിറ്റുകളൊക്കെ ഡെലിവറൻസ് മിനിസ്ട്രികൾ ആ കാലഘട്ടങ്ങളിൽ ചലിപ്പിക്കാൻ തുടങ്ങിയുകൊണ്ട് ഞാൻ ആ കാലഘട്ടം മുതലേ എനിക്ക് മീറ്റിങ്ങുകൾ കർത്താവ് ഒരുക്കി തരുമായിരുന്നു. നമ്മൾ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആമേൻ ആമേൻ. പാസ്റ്റർ മിനിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. അപ്പോൾ പാസ്റ്റർ കുടുംബം പാസ്റ്റർ മിനിസ്ട്രിയിൽ എങ്ങനെയാണ് പാസ്റ്റർ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ കുടുംബജീവിതത്തിന് ഭയങ്കര പ്രാധാന്യത കൊടുത്ത് തന്നെയാണ്. ഞാൻ എപ്പോഴും എൻ്റെ വൈഫുമായിട്ട് ഞാൻ ശുശ്രൂഷകൾക്ക് കഴിവതും ഒരു വീട് വിസിറ്റ് ചെയ്യാൻ പോയാൽ പോലും, ഏത് സ്ഥലത്ത് പോയാലും, ഏതൊരു സംസ്ഥാനത്ത് പോയാലും, ഏതൊരു രാജ്യത്ത് പോയാലും ഞാൻ കുടുംബമായി പോകാൻ എനിക്കിഷ്ടമുള്ളൊരാളാണ്. ഞാൻ കുടുംബമായി ശുശ്രൂഷയിൽ എൻ്റെ വൈഫ് വളരെ ഉത്സാഹത്തോടെ എന്നോട് സഹകരിക്കാറുണ്ട്. ഞങ്ങൾ വിസിറ്റിങ്ങും പേഴ്സണൽ ഇവാഞ്ചലിസവും ഒക്കെ ശക്തമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളെ വിളിക്കുന്ന ഓരോ സംസ്ഥാനങ്ങളിൽ ചില രാജ്യങ്ങളിലൊക്കെ കർത്താവ് അയക്കുന്നുണ്ട്. അവിടെ പോയി നമ്മളെ ഏൽപ്പിച്ച അതിശക്തമായ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് നാളുകളിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. കാരണം ഒരു ശുശ്രൂഷകൻ്റെ സക്സസ് എന്ന് പറയുന്നത് കുടുംബം ഒരുമിച്ചായിരിക്കുക എന്നുള്ളതാണ്. ആമേൻ. കാരണം ഒത്തിരി ശുശ്രൂഷകന്മാരെ ഇന്ന് നമുക്ക് ചുറ്റുപാടും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അവരുടെ ഒത്തിരി പേരുടെ പരാജയം അവരുടെ കുടുംബജീവിതത്തിലാണ്. പക്ഷേ പാസ്റ്റർ കുടുംബത്തിൽ ആ പാസ്റ്റർക്ക് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നതെന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. സോ അതാണ് ശുശ്രൂഷയിലെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സന്തോഷം പാസ്റ്ററെ. അപ്പോൾ പാസ്റ്റർ ഇനി കർത്താവിന് വേണ്ടി എങ്ങനെ കർത്താവിന് വേണ്ടി വേല ചെയ്യണം, പാസ്റ്ററുടെ വിഷനും പാസ്റ്ററെ ഫ്യൂച്ചറിൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് ഒരു താല്പര്യം? തീർച്ചയായിട്ടും പാസ്റ്ററെ, കർത്താവ് വരാൻ താമസിക്കുന്ന ഈ സമയങ്ങളിൽ കർത്താവ് വേഗത്തിൽ വരുമെന്നുള്ള ഞാനും ഉറച്ചിരിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ യോവേൽ പ്രവചനം പറയുന്ന പോലെ അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ഒരു ആത്മാവിനെ പകരും, ഒരു വലിയ കൊയ്ത്ത് ഉണ്ട് എന്ന് ഞാൻ നിശ്ചയമായും ഉറച്ചിരിക്കുന്നു. കാര്യം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം മാനവജാതിക്ക് വേണ്ടിയാണ് കൊടുത്തത്. അതിൻ്റെ വിലയായുള്ള ഒരു കൊയ്ത്തുണ്ട്. ജാതികളെ ശേഖരിക്കപ്പെടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു വലിയ സുവിശേഷീകരണം നമ്മുടെ മുമ്പിൽ കിടക്കുന്നത് കൊണ്ട് എൻ്റെ ജില്ലയിലെ 14 ജില്ലകളിലും സഭാപരമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പല സംസ്ഥാനങ്ങളിലും സഭാപരമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. രാജ്യങ്ങൾക്കകത്ത് ദൈവം എനിക്ക് തന്ന ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ മിനിസ്ട്രി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ്. അപ്പം തന്നെ ഞാൻ ഇപ്പോൾ ഒരു 2 പ്രവർത്തനം, ഒരു സഭാപ്രവർത്തനം, ഒരു ഔട്ട് സ്റ്റേഷനും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് 2 സഭ ഇപ്പോൾ നമുക്കുണ്ടാകും. അതിനുള്ളൊരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. പാസ്റ്റർ, കാരണം ഇന്ന് ഒത്തിരി ദൈവദാസന്മാർ അവരുടെ മോട്ടിവേഷൻ അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷയുടെ
ആ ഒരു ലക്ഷ്യം മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പാസ്റ്ററോട് ഞാൻ ഇത് ചോദിച്ചത്. കാരണം ഒത്തിരി പേര് സ്ഥാനത്തിൻ്റെയും മാനത്തിൻ്റെയും പണത്തിൻ്റെയൊക്കെ പിന്നിൽ പോയി ക്രിസ്തു എന്ന ആ ഒരു ബന്ധം ഇന്ന് അവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നില്ല. അതെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ പാസ്റ്റർക്ക് പ്രേക്ഷകരോട് എന്ത് പറയാൻ സാധിക്കും? ശുശ്രൂഷകന്മാരായി വിളിക്കപ്പെട്ടവരോട്, അവരുടെ കുടുംബങ്ങളോട്, അവരുടെ ശുശ്രൂഷകളോട് പാസ്റ്റർക്ക് നൽകാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണെന്നൊന്ന് പറയാമോ? തീർച്ചയായും പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ചിലപ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ചില സമയത്ത് ആരും കണ്ടില്ലെന്നിരിക്കും. പലപ്പോഴും പല മേഖലകളിൽ കൂടെ എതിർപ്പുകൾ ശുശ്രൂഷ മേഖലകളിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവരെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ കരം പല മേഖലകളിൽ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ വെളിപ്പെടുത്തി തരും. നമ്മളിൽ കൂടെ അനേകർക്ക് വിടുതലുകൾ ഉണ്ടാവും. അനേകരെ ദൈവരാജ്യത്തിലേക്ക് നേടുവാൻ ദൈവാത്മാവ് നമ്മളെ ഉപയോഗിക്കും. ഞാൻ മനസ്സിലാക്കിയ ഒരു നമുക്ക് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വചനം ഞാൻ അത് നിങ്ങളോട് ചേർത്ത് പറയാം. മോശയ്ക്ക് ശേഷം യോശുവയെ ദൈവം വിളിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം യോശുവയോട് യഹോവയായ ദൈവം പല പ്രാവശ്യം ഒരു കാര്യം എടുത്തെടുത്ത് പറഞ്ഞു, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ അത് ഒത്തിരി പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചു. ആ അധ്യായത്തിൽ തന്നെ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിൻ്റെ കൂടെയും ഇരിക്കാം. നമുക്കറിയാം മോശയോട് കൂടെ ഇരുന്നത് കൊണ്ട് ഇസ്രായേൽ ജനം ഒന്നിനും ഒരു മുട്ടും കണ്ടില്ല. ഇസ്രായേൽ ജനത്തെ ജയകരമായി മരുഭൂമിയിൽ കൂടെ ദൈവം നടത്തി. അപ്പം എനിക്കൊരു കാര്യം യോശുവയോട് പറഞ്ഞ ദൂതാണ് ജനത്തോട് പറയാനുള്ളത്. നമുക്ക് നല്ല ഉറപ്പും നമുക്ക് നല്ല ധൈര്യവും ഉണ്ടായിരിക്കണം. നമ്മൾ അങ്ങനെ ഒരു നല്ല തികഞ്ഞ വിശ്വാസം വെളിപ്പെടുത്തി വിശ്വസ്തയോടെ, ഞാൻ ഒരു കാര്യം പറയാം, എവിടെ ചെന്നാലും നമുക്ക് എന്ത് ലഭിക്കണമെന്ന് ശുശ്രൂഷകരായിരിക്കുന്ന ആരും ആ ഒരു മോട്ടീവോടെ നിൽക്കാൻ പാടില്ല. ഞാൻ ഇപ്പോൾ ശുശ്രൂഷിച്ചു, അവിടെ എന്ത് ലഭിച്ചു, കുറഞ്ഞു പോയോ, കുറ്റം പറയോ, ഡിസ്കസ് ചെയ്യാനോ. ഞാനും പലപ്പോഴും ഞങ്ങൾ ദൂരെയൊക്കെ പോയി ശുശ്രൂഷിച്ചിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസ പോലും ചില സമയങ്ങളിൽ കിട്ടാറില്ല. അപ്പം ഞാനും വൈഫോടെ പറയും പക്ഷെ ഞങ്ങൾ അവിടെയും സന്തോഷിക്കും. കാര്യം അവിടെ ലഭിച്ചില്ലെങ്കിലും കർത്താവ് വേറൊരിടത്തു നിന്നും നമുക്കത് തരും എന്നാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ലഭിക്കുമെന്ന് ഒന്ന് ഓർത്ത് നമ്മൾ മുന്നോട്ട് പോകല. പക്ഷെ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ ആത്മാർത്ഥത പുലർത്തുമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ. കർത്താവ് ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഒരു കാര്യം പറയാനുള്ളൊരു കാര്യം, വളരെ സുവിശേഷ ദാഹം നമ്മൾ കാണിക്കണം. നമ്മൾ ഡോർ ടു ഡോർ മിനിസ്ട്രി ചെയ്യുന്നവരാകണം. ഇപ്പോൾ നമുക്കൊരു ഞാൻ ഒത്തിരി വലിയ ചർച്ചകളിൽ ശുശ്രൂഷിക്കാനായി പോകുന്നുണ്ട്. ഒത്തിരി അങ്ങനെയുള്ള ഓപ്പണിങ്സ് അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ കിട്ടും. പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ ഇവാഞ്ചലിസ്റ്റം ഞാൻ ഒരിക്കലും ഞാൻ ഡോറിൽ ചെല്ലുന്ന ഒരു മിനിസ്റ്ററും കൂടാണ്. ഞാനൊരു സുവിശേഷകനും കൂടാണ്. ഞാനൊരു അപ്പോസ്തലനാണ്. അപ്പോൾ തന്നെ ഞാനൊരു പ്രവാചകനുമാണ്. പക്ഷെ ഞാൻ എൻ്റെ പ്രവാചക ഓഫീസ് മാത്രമേ ചലിപ്പിക്കത്തുള്ളൂ എന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ഞാൻ ഇവാഞ്ചലിസ്റ്റ് ആകേണ്ടടുത്ത് ഇവാഞ്ചലിസ്റ്റ് ആകും, ടീച്ചറാകേണ്ടടുത്ത് ഞാൻ ടീച്ചറാകും. ഞാനൊരു 5-fold മിനിസ്ട്രി ചെയ്യാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അതുകൊണ്ട് മനസ്സിലായത്, നമുക്ക് പകലുള്ളിടത്തോളം നമ്മൾ അധ്വാനിക്കുക എന്നുള്ള, നമ്മൾ ഓടി ഓരോ ഭവനങ്ങളിൽ നമ്മൾ ഉള്ളങ്കാല് ചവിട്ടാൻ കഴിയുമെങ്കിൽ നമ്മൾ ഓരോ ഭവനങ്ങൾ വിസിറ്റ് ചെയ്യണം. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ചാർച്ചക്കാർ, ഇവരെയൊക്കെ നമ്മൾ കാണുകയും നമ്മൾ ഒരു തുടങ്ങുന്ന പ്രവർത്തനത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആകുമ്പോൾ ഒത്തിരി ആത്മാക്കളെ നമുക്ക് ലഭിക്കാൻ ഇടയാകും. ഒത്തിരി സുവിശേഷകന്മാരായിരിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകന്മാർ അല്ലെങ്കിൽ പ്രേക്ഷകരായിരിക്കുന്നവർ, അവരുടെ ജീവിതത്തിൽ അവർ വേലയിൽ സംഭവിച്ചതായ ചില മുറിവുകൾ അവരെ ചില മേഖല ഒതുക്കി വെച്ചേക്കുക. കഴിഞ്ഞ നാളുകളിലൊക്കെ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ ഇന്നവരുടെ അവർ ആത്മാർത്ഥമായിട്ട് വേല ചെയ്തവരാണ്, ആത്മാർത്ഥമായിട്ട് തന്നെ ശുശ്രൂഷ നിവർത്തിച്ചവരാണ്. പക്ഷേ
ചില മേഖലയിൽ അവർക്ക് സംഭവിച്ച മുറിവുകൾ നിമിത്തം, നഷ്ടങ്ങൾ നിമിത്തം ഒത്തിരി പേര് ഇന്ന് സ്റ്റക്കായിരിപ്പുണ്ട്. അപ്പം ദൈവദാസൻ്റെ ജീവിതത്തിലും ഒത്തിരി വെല്ലുവിളികളൊക്കെ നേരിട്ടപ്പോൾ ദൈവദാസൻ പറഞ്ഞത് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസനെ സങ്കടം ബോധിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് യാതൊരു രീതി പരാതികളില്ല, ആശങ്കകളില്ല. ദൈവസനെ ഞാൻ സന്തോഷത്തോടെ വേല ചെയ്തു. അപ്പം ഈ പ്രേക്ഷകർക്ക് വേണ്ടി, അങ്ങനെയുള്ളവർക്ക് വേണ്ടി കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? അതുകൂടെ നമുക്കൊന്ന് ദേവദാസനൊന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒട്ടും ഒരു സുഖകരമായ ഒരു മേഖല അല്ല. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ശുശ്രൂഷകളിൽ നമ്മളൊരു യുദ്ധക്കളത്തിലായിരിക്കുന്നു. അവൻ അറിയപ്പെടുന്ന ഒരു ദേവദാസൻ്റെ ഒരു പുസ്തകം, അതിൻ്റെ അകത്ത് എഴുതി വെക്കണം നമ്മൾ യുദ്ധക്കളത്തിലാണ്. റിയലി ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ഭടന്മാർ പുറകിൽ നിന്നും ചിലപ്പം നമ്മളെ കുത്തിന്നിരിക്കും. ചിലപ്പം പല രീതിയിലുള്ള അറ്റാക്കുകൾ ശുശ്രൂഷരായിരിക്കുമ്പം അകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് അതിൻ്റെ നടുവിലൊരു വചനം പറയാനത്, ഈ ദൂതൻ വന്നിട്ട് അല്ലയോ പരാക്രമശാലിയായ ഗിദെയോനോട് പറയുകയാണ്, അല്ലയോ പരാക്രമശാലിയായ ഗിദെയോൻ, ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. കാര്യം ആ ഒരു പരാക്രമത്തിൻ്റെ അഭിഷേകം ഗിദെയോൻ വെളിപ്പെടുത്തി. അവൻ ശത്രു കൊയ്യുന്ന മുമ്പ് താൻ കൊയ്ത് മുന്തിരിച്ചക്കിനോട് ചേർത്ത് അത് എടുത്തതുപോലെ നമ്മൾ ആരെന്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് നോക്കാതെ നമ്മൾ ഒരു നല്ല അഭിഷേകത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. ഇന്ന് കാണുന്ന പ്രതിസന്ധികൾ നാളെ നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തും. അതുകൊണ്ട് നമ്മൾ വളരെ ഉറപ്പും വളരെ സ്ട്രോങ് ഒരു പേഴ്സൺ ആയിരിക്കണം. നമ്മൾ ഒത്തിരി ദൈവസ്നേഹം വെളിപ്പെടുത്തുവാനും വലിയ ഉന്നത ഭാഗം കാണിക്കുക, അല്ലെങ്കിൽ സാധുക്കളെ എല്ലാവരും ഒരേപോലെ കാണുകയും സ്നേഹിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ഇറങ്ങിച്ചെല്ലുക അല്ലേ. ഏറ്റവും വലിയ കാര്യം വിധവമാരെ, അനാഥരെ അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുകയും, നമ്മളെല്ലാ മേഖലകളിലും ദൈവസന്നിധിയിൽ അത്ര ഡെഡിക്കേറ്റോടെ നിൽക്കുമ്പം പലതും സംഭവിച്ചേക്കാം. പക്ഷെ അതിൻ്റെ നടുവിൽ ഒന്നും മൈൻഡ് ചെയ്യാതെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ മുന്നോട്ട് തന്നെ പോവുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾ, കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ചില വലിയ ദൈവപ്രവൃത്തികൾ കാണും. അതുകൊണ്ട് നിരാശപ്പെട്ട് മടിച്ച് ആരെന്നെ സഹായിക്കും, ആരെന്നെ പ്രോത്സാഹിപ്പിക്കും. എൻ്റെ ഈ കഴിഞ്ഞ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ പറയാം, പ്രോത്സാഹിപ്പിക്കുന്നവർ കുറവാണ്. നിരാശപ്പെടുത്തുന്നവരും കുറ്റം പറയുന്നവരും കമൻറ്റ് പറയുന്നവരെ ഉത്സാഹിപ്പിക്കുന്നവർ. ഞാനിങ്ങനെ ദൈവവചനത്തിൽ മോശയുടെ കരം അഹരോന് ഊരും താങ്ങിയെന്ന് പറയുന്നത് ഞാനിങ്ങനെ ചിന്തിച്ചു. കാര്യം താങ്ങാൻ മോശയ്ക്ക് അഹരോനും ഊരും ഉണ്ടായിരുന്നു. കാര്യം മോശയുടെ കരം ഉയർന്നിരുന്നാൽ ഇസ്രായേൽ യുദ്ധം ജയിക്കും. അപ്പോൾ നമ്മുടെ യുദ്ധം ജയിക്കണമെന്നുള്ളത് പലരും കരം പൊക്കി പിടിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അത് താക്കാനേ പലരും നോക്കത്തുള്ളൂ. അപ്പം താങ്ങാൻ കുറവ്. പക്ഷേ നമ്മൾ അവിടെയും ഒരു പവർഫുള്ളായിട്ട് ദൈവസന്നിധി ആത്മാർത്ഥതയോടെ ധൈര്യത്തോടെ നിൽക്കുമെങ്കിൽ ദൈവം നമ്മുടെ കരം താങ്ങാൻ ജനത്തെ ഒരുക്കി തരും. ദൈവം അത് ഉറപ്പായിട്ടും. അതിനകത്ത് വ്യക്തിപരമായ നമ്മുടെ ഒരു സ്ട്രോങ് നിലപാടുകളായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, അപ്പോസ്തലനായ പൗലോസിൻ്റെ തീഷ്ണതകൾ നമ്മളെ ലേഖനങ്ങളിലൊക്കെ പഠിക്കുമ്പോഴേ അടിയേറ്റും മുറിവേറ്റിട്ടും എനിക്ക് പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിൽ അടച്ച് ഞാനിങ്ങനെ വായിച്ചപ്പോൾ മതി, അവർക്ക് മുറിവേറ്റിരുന്നു. പക്ഷേ അവർ കാരാഗൃഹത്തിൽ ചെന്നിട്ട് അർദ്ധരാത്രിയിൽ അവർ പാടിയും സ്തുതിച്ചും കൊണ്ടിരുന്നു. കാര്യം മുറിവേറ്റിട്ടും എന്നാലും നമ്മൾ അവിടെ പോയിട്ടാണല്ലോ അടി കിട്ടിയത്. ശീലാസിനോട് കുറ്റം പറഞ്ഞോ, ശീലാസ് പൗലോസിനോട് കുറ്റം പറഞ്ഞോ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരിരുന്നില്ല. അവരവിടെ ഇരുന്ന് അത്രയും പ്രതികൂലത്തിൻ്റെ നടുവിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും കാരാഗൃഹത്തിൽ കിടന്നാൽ ആ ഒരു മനോഭാവം കാണിക്കുമോ? അവിടെ ഇരുന്ന് സ്തുതിച്ചു ആരാധിച്ചും. അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹ ലേഖനമായ ഫിലിപ്പിയർ ലേഖനം എഴുതി. ആ ലേഖനത്തിലൊരു വാക്ക് തന്നെ, സന്തോഷിപ്പീൻ ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു സന്തോഷിപ്പീൻ. ഈ വാക്ക് പറഞ്ഞത്, ഈ ലേഖനം എഴുതിയത് കാരാഗൃഹത്തിൽ ഇരുന്നു കൊണ്ടാണ്. അപ്പോസ്തലൻ്റെ പൗലോസിൻ്റെ മനോഭാവത്തെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. പൗലോസിനെ പോലൊക്കെ നമുക്ക് ക്രിസ്തുവിൽ തികഞ്ഞ ധൈര്യവും ഉത്സാഹവും കാണിക്കുമെങ്കിൽ വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയും. ആമേൻ, ആമേൻ, ആമേൻ. വളരെ സന്തോഷം പാസ്റ്ററെ. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പാസ്റ്ററെ പരിചയപ്പെടുത്തുകയും കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങൾ പറയുകയും
ആ ബാല്യജീവിതവും അതുപോലെ രക്ഷയുടെ അനുഭവത്തിൽ വന്നതും പിന്നീട് സുവിശേഷകനായിട്ടുള്ള വിളിയും കർത്താവിൻ്റെ വേലയിൽ നേരിട്ടതായ വെല്ലുവിളിയും അതിനെ തരണം ചെയ്തതും പ്രേക്ഷകരോട് പറഞ്ഞ നല്ല വാക്കുകൾക്കും ഒക്കെ നന്ദിയുണ്ട്. ദൈവം വീണ്ടും ധാരാളമായിട്ട് കർത്താവിൻ്റെ ദാസനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. പോകുന്നിടത്തെല്ലാം ദൈവപ്രവൃത്തികൾ കാണട്ടെ. ശക്തമായി വീണ്ടും കർത്താവ് ഉപയോഗിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ആ വിഷൻ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഫുൾഫിൽ ചെയ്യട്ടെ. എല്ലാ രീതിയിലും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വന്നതിൽ ഈ ഒരു സംവാദം നടത്തതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരു ദൈവദാസനുമായിട്ട് ഈ സുവിശേഷകൻ എന്ന പ്രോഗ്രാമിലേക്ക് വരുന്നത് വരെ നമുക്ക് വിട പറയാം. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.